സംഭവം ഒരു 2 കൊല്ലം മുമ്പ് ബീഡഡ് ജ്വല്ലറി കണ്ടിട്ട് അതിനോടൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി മേക്കിംഗ് അറ്റംപ്റ്റ് എന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ്. ഇനി ഞാൻ അത് ഉണ്ടാക്കാനുണ്ടായ റീസൺ എന്താണെന്നറിയോ? ഞാൻ പിൻട്രസ്റ്റില് കുറച്ച് ഫാബ്രിക് ജ്വല്ലറീസിന്റെ ഫോട്ടോസ് കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈ ഓണത്തിന് എനിക്ക് സാധാ ജ്വല്ലറി വേണ്ട, ഫാബ്രിക് ജ്വല്ലറി തന്നെ വേണം എന്നുള്ളത്. പക്ഷെ ഇതൊന്നും വാങ്ങിക്കുക എന്നുള്ളത് എന്റെ ഡിക്ഷണറിയിൽ പോലും ഇല്ല. പൊട്ടിപ്പാളീസ് ആയാലും എനിക്ക് തന്നെ ഉണ്ടാക്കണം. എന്റെ 3 കോടി രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടി 5 കോടി രൂപ മുടക്കാനും ഞാൻ റെഡിയാണെന്ന് പറയുന്ന പോലെയാണ് ക്രാഫ്റ്റിന്റെ കാര്യത്തിലെ എന്റെ സ്വഭാവം. ഒരു സാധനത്തിന്റെ മാർക്കറ്റ് വാല്യൂവിന്റെ ഇരട്ടി കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അതിന്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുക. എന്നിട്ട് മണിക്കൂർ കണക്കിന് ഇരുന്നിട്ടായിരിക്കും ഞാൻ അതിൽ പണിയുന്നുണ്ടാവും. അതേ വല്ലാത്തൊരു അസുഖം തന്നെയാണിത്, എനിക്കറിയാം. പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇതിനുള്ള മെറ്റീരിയൽസിന്റെ 75% ഞാൻ വാങ്ങിച്ചല്ലടാ, എനിക്ക് ഓരോരുത്തർ തന്നതാ. എന്റെ ചുറ്റിനുള്ളവർ ഇപ്പൊ എനിക്ക് അധികം ഗിഫ്റ്റ് തരുമ്പോ എന്റെ ഹോബീസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാ തരിക. അയ്യോ, എനിക്കത് എന്ത് ഇഷ്ടാന്നറിയോ? വൈദവേ എന്നെ കണ്ട കിളി പോയ പോലെയല്ലേ, വേറൊന്നുമല്ല. ഇപ്പൊ അത് എന്റെ റൂം കാണാൻ കരിമ്പുംകാട്ടിൽ ആന കയറി പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഓർണമെന്റ്സ് ആണ് അങ്ങനെയൊന്നല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ? സംഭവം ഞാൻ അത് ഉണ്ടാക്കുമ്പോ ഇത്ര ഭംഗിയിൽ വരുന്നൊന്നും വിചാരിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഫാബ്രിക് ഒട്ടിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ പശയും കൊണ്ട് ഒട്ടിക്കണ സമയത്ത് ഇതിൽ ആ പശയുടെ പാടൊക്കെ വരും, നല്ല അലമ്പാവുന്ന ഞാൻ വിചാരിച്ച്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് എന്താ ഉണ്ടാക്കി അവസാനം ഞാൻ 4 മാലി 2 കമ്മലും ഉണ്ടാക്കി. ഞാൻ അതൊക്കെ ഇട്ടിട്ട് സൺലൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയതും സൂര്യൻ ടാറ്റ ബൈ ബൈ സി യു എന്ന് പറഞ്ഞു പോയി, മഴ ഹായ് സുഖല്ലേ എന്ന് പറഞ്ഞിട്ട് വരും ചെയ്ത്. ഇപ്പൊ ഞാനാരായി? പിന്നെ ഞാൻ റൂമിൽ നിന്ന് വീഡിയോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇത് എന്റെ അമ്മ തുന്നിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയുണ്ടോ? അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ സി യു.